ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ബനാന റവ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം നന്നായി പഴുത്ത 2 പഴങ്ങൾ എടുക്കാം. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് കട്ടകളൊന്നുമില്ലാതെ ഇത് നന്നായിട്ട് ഇതുപോലെ ഉടച്ചെടുക്കണം. അടുത്തതായി ഇതിലേക്ക് 1 കപ്പ് റവയും ഒപ്പം തന്നെ 1/2 കപ്പ് ചിരകിയ തേങ്ങയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് അല്പം കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് ചേരുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിലർ ഇതിൽ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പാണ് ചേർക്കാറുള്ളത്. പക്ഷേ ഉപ്പിടുന്നതിനേക്കാളും ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് പഞ്ചസാര ഇടുമ്പോഴാണ്. റവ നന്നായി കുതിർന്ന് കിട്ടാൻ ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ദോശക്കല്ല് ചൂടാക്കാൻ വയ്ക്കാം. കല്ല് നന്നായി ചൂടായി വരുമ്പോൾ അല്പം നെയ്യോ എണ്ണയോ തടവി കൊടുക്കാം. ശേഷം നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന മാവിൽ നിന്ന് ശകലം മാവെടുത്ത് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് കട്ടി കുറയ്ക്കരുത്, ചെറുതായിട്ടൊന്ന് പരത്തിയാൽ മതിയാവും. ചെറിയ തീയിലിട്ട് ഒരു വശം വെന്ത് വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. 2 വശവും നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ കല്ലിൽ നിന്നും മാറ്റാം. ഇനി ബാക്കിയുള്ള മാവും ഇതേപോലെ ചുട്ടെടുക്കാം. അത്രയേ ഉള്ളൂ. നല്ല സോഫ്റ്റും ടേസ്റ്റുമായ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ബനാന റവ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 4 മണി പലഹാരമായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ ഇത് അടിപൊളിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.